നിയമസഭാ തിരഞ്ഞെടുപ്പിരിക്കെ പ്രതിപക്ഷത്തിനെതിരെ സംഘടിത വ്യാജ വാർത്താ നിർമ്മാണം പൊടിപൊടിക്കുകയാണ്. അതിന്റെ പിന്നിലെ ഫാക്ടറി മുതലാളി CPM-ഉം അനുഭാവികളും തന്നെയാണ്. മൂന്നാം പിണറായി സർക്കാർ ഇതാ വരുന്നു എന്ന വാദം അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലാണ് പല പത്രങ്ങളിലുമായി വ്യാജ വാർത്തകൾ വരുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം മുന്നിൽ കാണുന്ന ഇടതു മുന്നണിയെ വെള്ളപൂശാൻ ഗുജറാത്തിലെ ഒരു ഏജൻസിയുടെ പേരിൽ ചമച്ച ഒരു വ്യാജ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ മനോരമയുടെ ഇലക്ഷൻ പൾസ് വീക്ക്ലി സർവേ അടക്കം പിണറായി വിജയന് 50% കൂടുതൽ മോശം ഇമേജ് റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഗുജറാത്തിലെ ഈ ഗതികേട്. ഇംഗ്ലീഷ് മാധ്യമത്തിൽ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതിൽ ബിരുദനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് സർവേക്ക് പിന്നിൽ. സംസ്ഥാനത്തെ ഒരു ഉന്നതനായ മന്ത്രിയുടെ, തിരുവനന്തപുരത്തുകാരനായ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് ഈ വ്യാജ കഥകളുടെ യഥാർത്ഥ ശില്പി. സർക്കാരിന്റെ പാളിച്ചകൾ മറച്ചുവെച്ച് ഈ വിദ്വാനാണ് LDF തരംഗം എന്ന മട്ടിൽ റിപ്പോർട്ടുകൾ പടച്ചുവിടുന്നത്. ഇത്തരം വിദ്വാൻമാരാണ് മാധ്യമപ്രവർത്തകർക്ക് മൊത്തത്തിൽ മാപ്ര എന്ന വിളിപ്പേര് സമ്മാനിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രീണിപ്പിക്കാനായി ഉറക്കമൊഴിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടുകളെല്ലാം ജനവിധിയോടെ പാളിയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതോടെയാണ് വീണ്ടും അടുത്ത ക്യാപ്സൂളുമായി ഇതാ പ്രീണന വിദഗ്ധർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിലെ ജനരോഷവും സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളും സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്ത സാഹചര്യത്തിലാണ് പുതിയ അടവിറക്കുന്നത്. തങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ജയിക്കാൻ സാധ്യതയില്ലെന്ന് ബോധ്യമുള്ള മന്ത്രിമാരെ ആശ്വസിപ്പിക്കുകയാണ് ചിലരുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം CPM വിട്ട കുഞ്ഞികൃഷ്ണൻ വിഷയത്തിലടക്കം വ്യാജ വാർത്തകളാണ് മലയാളത്തിലെ ഒരു ചാനൽ പടച്ചുവിടുന്നത്. അതും മാധ്യമപ്രവർത്തകരുടെ പേരിലുള്ള ഒരു ചാനലാണത്. അതാണ് ഗതികേട്. നിരന്തരം കോൺഗ്രസിലും UDF-ലും കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് ഈ ചാനലിലെ മുഖ്യധാര അവതാരകരുടെ വാർത്തകളുടെ അവതരണവും സ്വഭാവവുമൊക്കെ. കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ പടച്ചുണ്ടാക്കാനുള്ള CPM-BJP ഡീൽ ഈ ചാനലിന് പിന്നിലുണ്ടെന്നാണ് ഇപ്പോൾ UDF കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. എന്തായാലും കൈയോടെ പിടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മൂന്നാം തവണ പിണറായി വിജയന് ഭരണം കിട്ടിയില്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്തരം മാപ്രകളും ഇത്തരം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന വാർത്താ ചാനലുകളും തന്നെയാണ്.